ഓൾ വെൽക്കം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു നൈറ്റ് കിച്ചൺ ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കിച്ചൺ ആകെ മെസ്സപ്പ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്തിട്ട് കുട്ടപ്പനാക്കിയിട്ടാണ് ഇന്ന് കിടന്നുറങ്ങാൻ പോണത്. അപ്പോൾ ആ വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇപ്പോൾ കിച്ചണുള്ളത് ഇങ്ങനെയാണ് കേട്ടോ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് വൃത്തിയാക്കണം. ആക്ച്വലി നമ്മുടെ ഒരു ജോയിൻറ്റ് ഫാമിലി ആയതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ പരിമിതികളിൽ നിന്നും കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ കിച്ചൺ ക്ലീനിങ് പാത്രം കഴുകിയിട്ട് അങ്ങനെ തുടങ്ങുകയാണ്. അപ്പോൾ മോനും എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ കൂടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ കാരണം കൊണ്ട് അവനും എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അവന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പക്ഷേ ഹെൽപ്പ് ചെയ്ത് അവസാനം എനിക്ക് ഇരട്ടിപ്പണി ആക്കാറാണ് പതിവ്. അപ്പോൾ ഇതും അത് തന്നെയാണ് കേട്ടോ. എപ്പോഴും ഇങ്ങനെ അത് ചേട്ടമ്മ ഇത് ചേട്ടമ്മ എന്നിങ്ങനെ ചോദിച്ച് പിന്നാലെ കൂടും കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ പണികളൊക്കെ കൊടുക്കുകയാണ്. ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ പറയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അപ്പുറത്ത് കിച്ചൻ്റെ അപ്പുറത്ത് ഒരു സ്റ്റോർ റൂമുണ്ട്. അവിടെ കേട്ടോ ഫ്രിഡ്ജ് വെച്ചേക്കുന്നതും കുറച്ച് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതും സ്റ്റോർ റൂമിലാണ്. അങ്ങനെ പാത്രം കഴുകി മടുത്തപ്പോൾ കുറച്ച് നേരം പാത്രം കഴുകലിനൊരു റെസ്റ്റ് കൊടുത്തു കേട്ടോ. ഇനി ബാക്കിയൊന്ന് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. പാത്രം കഴുകൽ ഇപ്പോഴും തീർന്നിട്ടില്ല കേട്ടോ. ഇതൊരു അക്ഷയപാത്രം പോലെ വീണ്ടും പാത്രങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുട്ടികളുടെ ഈ പ്രായത്തിലൊക്കെ അവർ നമ്മളെ ആശ്രയിച്ച് ജീവിക്കുമല്ലേ. ഒരു 10 വയസ്സ് വരെയൊക്കെ അമ്മമാരുടെ കൂടെ ആയിരിക്കും എപ്പോഴും കുട്ടികൾ ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പിയർ ഗ്രൂപ്പിൽ ചേർന്നിട്ട് അതിൽ സന്തോഷം കണ്ടെത്താനായിരിക്കും ശ്രമിക്കുന്നുണ്ടാവുക. എന്തായാലും ഇപ്പോഴും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ ബെസ്റ്റ് കമ്പാനിയൻ എൻ്റെ മോൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്താണെന്നറിയില്ല, ഇന്ന് മോന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വല്ലാത്തൊരു ശുഷ്കാന്തി ഉണ്ട് കേട്ടോ. അപ്പം എനിക്കും ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ കുറച്ചും കൂടി വലുതായാൽ ഇതൊക്കെ ഉണ്ടായാൽ മതിയായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ പൊതുവെ കണ്ടുവരുന്നൊരു പ്രവണത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രായത്തിലൊക്കെ അവർക്ക് അമ്മമാരില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലായിരിക്കും. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയിട്ടോ മാത്രമായിരിക്കും മാതാപിതാക്കളെ ആശ്രയിക്കുന്നതല്ലേ. പൊതുവെ അങ്ങനെയാട്ടോ കണ്ടുവരുന്നത്. എല്ലാ മക്കളും അങ്ങനെ ആണെന്നല്ല ഞാൻ പറയുന്നത്, ഭൂരിഭാഗവും അങ്ങനെയാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് ഓരോ മാതാപിതാക്കളും കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. ഞാനിവിടെ തകൃതിയായിട്ട് പാത്രം കഴുകിക്കൊണ്ടിരിക്കല്. മോൻ അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ ശ്രദ്ധ മുഴുവനും ഇത് എങ്ങനെയെങ്കിലും കഴിച്ചിട്ട് ഒന്ന് കിടന്നുറങ്ങിയാൽ മതി എന്നുള്ള ചിന്തയാണ്. കാരണം ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഭയങ്കര ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ഇങ്ങനെ കാണുമ്പോഴേ എനിക്ക് തന്നെ തോന്നുകയാണ് ഞാൻ വല്ലാണ്ട് അങ്ങ് തടി വെച്ചു എന്ന് കേട്ടോ. ആക്ച്വലി ഞാൻ ഇത്ര വെയിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു 45 kg ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 56 kg ആണ് കേട്ടോ. വല്ലാണ്ട് തടി വെച്ച പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഈ ഒരു വർഷത്തിൽ ഞാൻ ബഹ്റിനിൽ പോയി വന്നതിന് ശേഷമാണ് കേട്ടോ ഇത്രയ്ക്കും ഒരു തടി വയ്ക്കാൻ ഒരു കാരണമുണ്ടായത്. മുൻപൊക്കെ എനിക്ക് തടിയില്ലാണ്ട് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയും എനിക്ക് വെയിറ്റ് കുറവാണെന്നും പറഞ്ഞ് ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു. കുറേ ബോഡി ഷേമിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ തടി കുറഞ്ഞിരുന്ന സമയത്ത്. അപ്പോൾ ഒക്കെ എൻ്റെ ഫ്രണ്ട്സ് പറയാറുണ്ട് ഒരു 30+ ആകുമ്പോൾ തടി വെച്ചോളും എന്നൊക്കെ. അപ്പം അത് ശരിയാട്ടോ. പിന്നെ തടി വയ്ക്കാനൊക്കെ ആയിട്ട് മനസ്സമാധാനം വളരെ പ്രധാനമാണ്. ഞാൻ ബഹ്റിനിൽ പോയപ്പോൾ എനിക്ക് മനസ്സമാധാനം ആവോളം ഉള്ളത് കൊണ്ട്
കൊണ്ട് അത്യാവശ്യം തടി വെച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ, തടി കുറയുമോ എന്നൊന്നും അറിയില്ല. നമുക്ക് നോക്കാം എന്തായിരിക്കും എന്ന്. അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ നന്നായി ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. ഗ്യാസിൻ്റെ താഴെയുള്ള പൊടികളും അതും ഒക്കെ ഒന്ന് തുടച്ചെടുത്തു. അപ്പോൾ നമ്മൾ അവസാന മിനുക്ക് പണികളിലേക്ക് കടക്കുകയാണ്. കുറേ ഫുഡൊക്കെ ബാക്കിയുണ്ട് കേട്ടോ, ചോറും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. അതൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് ആ കോർണറിൽ. അതാണ് കുറച്ച് പാത്രങ്ങളൊക്കെ കാണുന്നത്. പിന്നെ നാളേക്ക് വേണ്ടിയിട്ടുള്ള ചപ്പാത്തിയൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്, ചപ്പാത്തി മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സിങ്കൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ തറ ഒന്ന് അടിച്ച് വാരുകയാണ്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പണി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുടച്ചെടുക്കണമൊന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ആ കോർണറിലിരിക്കുന്ന ഭരണിയിൽ നമ്മൾ ഉപ്പിലിടുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഉപ്പിലിട്ട മാങ്ങയാണ് കേട്ടോ ആ ഭരണിയിൽ ഇരിക്കുന്നത്. ഇപ്പം അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ നമ്മുടെ മാങ്ങ ഉപ്പിലിടുന്ന വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ രേഖപ്പെടുത്തി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ചങ്കുകൾക്കും ഒത്തിരി താങ്ക്സ്. അപ്പോൾ നമ്മുടെ മെസ്സപ്പായി കിടന്ന കിച്ചൺ ഒരുവിധം ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ സന്തോഷത്തിൽ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.